ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകളും കുറച്ച് ബിസിനസ് സംരംഭങ്ങളുമാണ് ഇന്നിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന നല്ല പ്രോഫിറ്റ് കിട്ടുന്ന എന്നാൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്ന ചില ബിസിനസ് സംരംഭങ്ങളാണ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് LED ബൾബുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊരു 10-15 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ് LED ബൾബുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാര ബൾബുകൾ, ഇവയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ഒരു ബിസിനസ് സംരംഭമാണ്. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതൊന്ന് അസംബിൾ ചെയ്ത് വിൽക്കുക മാത്രം ചെയ്താൽ മതി. അതുവഴി നമുക്ക് നല്ല വരുമാനം നമുക്ക് ലഭ്യമാവും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന പൗഡറുകൾ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും. ഈ ഹെന്ന പൗഡറിന് നല്ല ഡിമാൻഡാണ്. അത് ഇന്ത്യയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നല്ല ഡിമാൻഡാണ് ഹെന്ന പൗഡറിന്. അപ്പോൾ ഹെന്ന പൗഡർ രൂപത്തിലും അതുപോലെ ഹെന്ന പേസ്റ്റ് രൂപത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഹെന്ന ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റൻറ്റ് പേസ്റ്റായിട്ട് തന്നെ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഹെന്ന പൗഡർ അല്ലെ ഹെന്ന പേസ്റ്റ് നമുക്ക് വിറ്റ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേപ്പർ ബാഗുകൾ, ക്ലോത്ത് ബാഗുകൾ, ഇവയുടെയൊക്കെ നിർമ്മാണവും അത് നിർമ്മിച്ച് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട് സിറപ്പുകൾ, ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി അതും നമുക്ക് മാർക്കറ്റിലെത്തിക്കുകയാണെങ്കിൽ നല്ല വരുമാനം ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭമാണ് ഈ ഹോം മെയ്ഡ് നോൺ ആൽക്കഹോളിക് വൈനുകൾ, ഫ്രൂട്ട് പൾപ്പുകൾ, ഫ്രൂട്ട് ജ്യൂസസ്, ഇതൊക്കെ വിൽക്കാണ് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചായപ്പൊടികൾ. നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ ചായപ്പൊടി ബൾക്കായിട്ട് എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ പാക്കുകളാക്കി നിങ്ങൾക്ക് വിൽക്കാം. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കാർഡമം, അത് ഏലക്ക, ജിഞ്ചർ, മസാലകൾ, ഇതൊക്കെ ആഡ് ചെയ്ത് വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഏലക്ക പൊടികളായിട്ട് അല്ലെങ്കിൽ ചായപ്പൊടികളായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ചായപ്പൊടിയിൽ തന്നെ നമുക്ക് ഗ്രീൻ ടീ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിൽക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലേവറുകൾ ആഡ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത്, അത് തേന്, വാനില, അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, അങ്ങനെ വ്യത്യസ്ത വെറൈറ്റിയിലുള്ള ഔഷധങ്ങൾ നിറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഹെർബൽസ് ആയിട്ടുള്ള ടീകൾ നമുക്ക് ടീ ബാഗുകളാക്കി നമുക്ക് വിൽപ്പന നടത്താം. അതും നല്ല ആവശ്യക്കാർ ധാരാളമുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റുകളാക്കി നമ്മൾ ഇൻസ്റ്റൻറ്റ് ടീസായിട്ട് നമുക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അരിപ്പൊടികൾ, പുട്ടുപൊടി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പൊടികൾ, നമ്മുടെ ഭക്ഷ്യധാന്യ പൊടികൾ, അതൊക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടിത്തരും. നിങ്ങളുടെ ബിസിനസ്സിന് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു നല്ലൊരു മൂല്യമുള്ളൊരു ബിസിനസ്സാക്കി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ് തേൻ എന്ന് പറയുന്നത്. ഹണി, പ്യുവറായിട്ടുള്ള ഹണി നിങ്ങൾക്ക് കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഹണികൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേൻ ഉൽപ്പന്നങ്ങളും, വ്യത്യസ്ത തരത്തിലുള്ള തേൻ ഉൽപ്പന്നങ്ങൾ, നട്ട്സ്, വ്യത്യസ്ത തരത്തിലുള്ള നട്ട്സുകൾ തേനിലിട്ട് വെച്ചത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഇതൊക്കെ വിപണിയിലെത്തിക്കുകയാണെങ്കിൽ നല്ല വരുമാനം ലഭിക്കുന്ന സംരംഭമാണ്. അതുപോലെ തന്നെ ഹണി സാഫ്രോൺ മിക്സ്, ഇതൊക്കെ വളരെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാണ്. ഇതൊക്കെ നല്ല രീതിയിൽ വിപണിയിൽ മൂവ് ആകുന്ന പ്രോഡക്റ്റുകളാണ്, നല്ല വരുമാനം നേടിത്തരുന്ന പ്രോഡക്റ്റുകളാണ്. ഹണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ സാഫ്രോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും. സാഫ്രോൺ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാർ ധാരാളമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.